കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമം ഈ നല്ല സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏദൻ ഗോസ്പൽ മിനിസ്ട്രി എന്ന ഈ ഫേസ്ബുക്ക് പേജിലൂടെ പ്രകാരം ഒരു ലൈവ് പ്രോഗ്രാമിലൂടെ കടന്നു വരുവാൻ, അതിലൂടെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഏദൻ ഗോസ്പൽ മിനിസ്ട്രി എന്ന ഈ ഫേസ്ബുക്ക് പേജിലൂടെ പ്രകാരം അതിലൂടെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഏഴുകളായ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഭാഗ്യമൊരുക്കിയ ആ കർത്താവിന്റെ വലിയ കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഈ ലൈവ് പ്രോഗ്രാമിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന, ഈ ലൈവ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ജോയിൻ ആവുന്ന, ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷവും ഇതിലൂടെ ഞങ്ങൾ ആലപിക്കുന്ന ഗാനങ്ങൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളെയും, എല്ലാ പ്രിയപ്പെട്ടവരെയും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങൾ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് നമ്മുടെ ലൈവ് പ്രോഗ്രാം നമുക്ക് ആരംഭിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവമുമ്പാകെ അടയ്ക്കാം. ഞങ്ങളത് വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. പ്രകാരം കർത്താവെ ഏദൻ ഗോസ്പൽ മിനിസ്ട്രി എന്ന് പറയുന്ന ഈ ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവ് ഒരു ലൈവ് പ്രോഗ്രാമായി കടന്നു വരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവസരമൊരുക്കിയ വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ ഇവിടെ ആലപിക്കപ്പെടുന്ന ഓരോ ഗാനങ്ങളും, കർത്താവെ ഗാനങ്ങൾ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ഉള്ളത്തിൽ കർത്താവെ രൂപാന്തരത്തിനും വളരെയേറെ വലിയ ആശ്വാസത്തിനും കാരണമായി തീരണമെന്നതാണ്. ആത്മീക ഉത്തേജനത്തിനും കർത്താവെ ആരെങ്കിലും ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവെ തകർന്നും നുറുങ്ങിയും ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന വാഗ്ദത്തം ചെയ്യുന്ന നല്ല കർത്താവ്, അങ്ങയുടെ വലിയ കൃപ കൂടെ ഇരിക്കണം. കർത്താവെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം കൂടെ ഇരിക്കും. ഞങ്ങൾ ഓരോരുത്തരെയും താഴ്ത്തി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട വലിയ കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നാം കർത്താവിന്റെ വചനത്തിൽ പ്രകാരം കാണുന്നു: നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവിൻ, അവന് പുതിയ പാട്ട് പാടുവിൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പിൻ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിന് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒന്ന് നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയുന്ന സ്തുതി സ്തോത്രങ്ങളാൽ നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് ഒരു ഗാനത്തിന് ചില ഇരടികൾ പാടി നമ്മുടെ ഈ പ്രോഗ്രാം നമുക്ക് ആരംഭിക്കാം. ഞങ്ങൾ പാടി കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ ഗാനങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾക്കറിയാവുന്ന ഗാനങ്ങളാണെങ്കിൽ ഞങ്ങളത് പാടി കേൾപ്പിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം കർത്തൃനാമത്തിൽ ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. നമ്മയെവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരു ഗാനത്തിന്റെ ഇരടികൾ ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. നിനക്കെന്നും വന്ദനമേശുപരാ, വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു
ഇന്നു നിൻ സന്നിധിയിൽ ആടിയാർക്കു വന്നു ചേരുവതിനാ. ഇന്നു നിൻ സന്നിധിയിൽ ആടിയാർക്കു വന്നു ചേരുവതിനാ. തന്നതിനുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു. തന്നതിനുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു. വന്ദനമേശുപരാ നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനമേശുപരാ നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാ തിരുനാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാ തിരുനാമത്തിനാദരവാ. ഇത്ര മഹത്വമുള്ള പദവിയെ ഒഴുക്കൽ കരുണാം. ഇത്ര മഹത്വമുള്ള പദവിയെ ഒഴുക്കൽ കരുണാം. പാത്രതയേതുമില്ല എന്റെ കൃപയെത്ര വിചിത്രമാണോ. പാത്രതയേതുമില്ല എന്റെ കൃപയെത്ര വിചിത്രമാണോ. വന്ദനമേശുപരാ നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനമേശുപരാ നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാ തിരുനാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാ തിരുനാമത്തിനാദരവാ. നീയൊഴികെ ഞങ്ങൾക്കു സുരലോകെ ആരുള്ളു ജീവനാഥ. നീയൊഴികെ ഇഹത്തിൽ മറ്റാരുമില്ല ആശ്രയിപ്പാൻ വരവേ. നീയൊഴികെ ഇഹത്തിൽ മറ്റാരുമില്ല ആഗ്രഹിപ്പാൻ വരവേ. വന്ദനമേശുപരാ നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനമേശുപരാ നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാ തിരുനാമത്തിനാദരവാ. വന്ദനം
ഈ ലൈവ് പ്രോഗ്രാമിലൂടെ ഞങ്ങളുടെ ഗാനങ്ങൾ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ പാടി കേൾക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഗാനങ്ങൾ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഞങ്ങൾക്കറിയാവുന്ന ഗാനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ആ ഗാനങ്ങളൊക്കെയും പാടുന്നതായിരിക്കും. ദൈവത്തിന്റെ വചനത്തിൽ നാം ഇപ്രകാരം കാണുന്നു: നിന്റെ പാപം എത്ര കടുംചുമപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ പാപത്തെ കഴുകിക്കളയുവാൻ നമുക്ക് വേണ്ടി ഇന്നേക്ക് 2020 വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ ഈ ലോക ചരിത്രത്തെ തന്നെ AD എന്നും BC എന്നും രണ്ടായി തരം തിരിച്ചുകൊണ്ട് നമ്മുടെ ഈ താണ ലോകത്തേക്ക് ഇറങ്ങി വന്ന നസ്രയനായ യേശു ക്രിസ്തുവിനെ നമ്മുടെ പാപത്തെ പരിഹരിക്കുവാനായിട്ട് കഴിയും. വിവിധ വീര്യപ്രവൃത്തികൾ ഈ ഭൂമിയിൽ കർത്താവ് ചെയ്തെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. തന്റെ ശുശ്രൂഷയുടെ അവസാനം നാം ഉൾപ്പെടുന്ന സകല മാനവരാശിയുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി നമുക്ക് വേണ്ടി അവസാനത്തുള്ളി ചോരയും ഊറ്റി നൽകി കാൽവരി ക്രൂശിൽ തന്റെ ജീവനെ വെടിയുവാനിടയായി തീർന്നു. ഒരുപക്ഷെ ഈ ലൈവ് പ്രോഗ്രാമിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, സന്തോഷമില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ പ്രശ്നം കടബാധ്യതയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ പ്രശ്നം രോഗമായിരിക്കാം, പ്രതികൂലമായിരിക്കാം, പ്രതിസന്ധികളായിരിക്കാം. ഞങ്ങൾക്ക് വിശ്വാസത്തോടെ, ഉറപ്പോടെ, പ്രത്യാശയോടെ പറയുവാൻ സാധിക്കും: നിന്റെ ജീവിതത്തെ ശക്തീകരിക്കുവാൻ, നിന്റെ പാപം എത്ര കടുംചുമപ്പായിരുന്നാലും കഴുകിക്കളയുവാൻ, അതിലൂടെ നിനക്ക് ജീവൻ നൽകുവാൻ നമ്മൾ പാടി ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സാധ്യമാണ്. പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു: പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. അതെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞു പോയി. പുതിയൊരു നിത്യജീവനിലേക്ക് പാതയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ആ ഗാനത്തിൽ ചില ഇരടികൾ നമുക്ക് കേൾക്കാം. നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടെ ശ്രവിക്കാം. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി. ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ, ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ, പ്രാണനാഥൻ
ചേർക്കാൻ ചാകുന്നു. ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ. ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ. ഈ മഹാ ദൈവമേ ഓർക്കല്ലേ. ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ. ക്രൂശിന്മേൽ മീനു ജെ ജെ. കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട് എന്ന് തുടങ്ങുന്ന ഗാനം പാടാമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഗാനം പാടുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ആ ഗാനം നമുക്ക് ഇപ്പോൾ ശ്രവിക്കാം.
ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബിനു ചാലപ്പള്ളി എന്ന് പറയുന്ന സഹോദരൻ പ്രാക്കളെപ്പോൾ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ എന്ന് തുടങ്ങുന്ന ഗാനം പാടാമോ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഗാനം ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പാടുന്നതായിരിക്കും. നമുക്ക് ഇവർക്കും പ്രാർത്ഥനയോടെ ആ ഗാനം ശ്രവിക്കാം. പ്പോൾ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പ്പോൾ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പ്രത്യാശയേറുന്നേ പൊന്മുഖം കാണുവാൻ, പ്രത്യാശയേറുന്നേ പൊന്മുഖം കാണുവാൻ. പ്രാണപ്രിയൻ വരുന്നു, പ്രാണപ്രിയൻ വരുന്നു. പ്പോൾ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പ്പോൾ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. കഷ്ടങ്ങളെല്ലാം തീർന്നിടുമേ കാന്തനാമേശു വരുമ്പോൾ. കഷ്ടങ്ങളെല്ലാം തീർന്നിടുമേ കാന്തനാമേശു വരുമ്പോൾ. കാത്തിരുന്നിടാം ആത്മബലം ധരിക്കാം, കാത്തിരുന്നിടാം ആത്മബലം ധരിക്കാം. കാലങ്ങളേറെയില്ല, പ്പോൾ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പ്പോൾ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പ്രത്യാശയേറുന്നേ പൊന്മുഖം കാണുവാൻ, പ്രത്യാശയേറുന്നേ പൊന്മുഖം കാണുവാൻ. പ്രാണപ്രിയൻ വരുന്നു, പ്രാണപ്രിയൻ വരുന്നു. പ്പോൾ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പ്പോൾ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. ദൈവം നമ്മെ ഓരോ ദിവസവും നടത്തുന്ന വിധങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ നാം കർത്താവിന് എത്ര തന്നെ നന്ദി പറഞ്ഞാലും എത്ര തന്നെ സ്തുതിച്ചാലും മതി വരികയില്ല. എന്നാലും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ നാം കർത്താവിനെ പാടി പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കുവാൻ തയ്യാറാകണം. നമ്മുടെ യേശു കർത്താവിനെ പോലെ ഉന്നതനായി ഈ ഉലകത്തിലും പരലോകത്തിലും ആരുമില്ല. നമ്മുടെ കർത്താവാണ് ആരിലും ശ്രേഷ്ഠൻ, ആരിലും ഉന്നതനായിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുന്ന
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ കഴിയുന്ന, അത്ഭുതകരമായി വഴി നടത്തുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അവന്റെ പേരത്രേ യേശു. ആ കർത്താവിന്റെ സ്നേഹത്തെ, ആ കർത്താവിന്റെ വിധങ്ങളെ അനശ്വരമായി വർണ്ണിക്കുന്ന അതിമനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല എന്ന് തുടങ്ങുന്ന ആ ഗാനം നമുക്ക് ഒരുമിച്ച് ശ്രവിക്കാം. നമ്മെ എവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
പരദേശിയായി ഞാൻ പാർക്കുന്നു ഹേ നാഥ എന്ന് തുടങ്ങുന്ന ഗാനം പാടാമെന്ന് ആവശ്യപ്പെട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളത് പാടുന്നതായിരിക്കും. അടുത്തൊരു ഗാനം ശ്രവിച്ചതിന് ശേഷം ആ ഗാനം പാടുന്നതായിരിക്കും. കണ്ടാലോ ആളറിയുകയില്ല എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം. നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടെ ശ്രവിക്കാം. കണ്ടാലോ ആളറിയുകില്ല, ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. കണ്ടാലോ ആളറിയുകില്ല, ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. മകനേ നിനക്കായി തകർന്നിടുന്നു. മകളേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. ചുടുചോരത്തുള്ളിയായി വീഴുന്നു നിൻ പാപം പോക്കുവാനല്ലയോ. മുള്ളുകൾ ശിരസിലാഴ്ന്നതും നിൻ ശിരസുയരുവാനല്ലയോ. ചുടുചോരത്തുള്ളിയായി വീഴുന്നു നിൻ പാപം പോക്കുവാനല്ലയോ. മുള്ളുകൾ ശിരസിലാഴ്ന്നു
ശിരസുയരുവാനല്ലയോ മകനേ മകളേ നീ മാന്യനായിടുവാൻ മകളേ മകളേ നീ മാന്യയായിടുവാൻ കാൽവരിയിൽ നിനക്കായി പീഡഞ്ഞിടുന്നു കാൽകരം നിനക്കായി തുളയ്ക്കപ്പെട്ടും മകനേ നീ നോക്കുക നിനക്കായി തകർന്നിടുന്നു മകനേ നീ നോക്കുക നിനക്കായി തകർന്നിടുന്നു. ഈ ലൈവിലൂടെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വേദപുസ്തകത്തിൽ നാം ഇപ്രകാരം കാണുന്നു, മനുഷ്യന്റെ ജീവിതത്തെ വളരെ ക്ഷണികമായി വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇന്ന് പൂക്കും നാളെ വാടും പൂക്കളെ പോലെയാണ് മനുഷ്യന്റെ ജീവിതത്തെ വചനത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ലോകം മുഴുവനും മഹാമാരിയുടെ പിടിവലയത്തിലായിരിക്കുമ്പോഴും മനുഷ്യനിന്ന് തിരക്കിട്ട ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം, അടുത്ത സമയം, അടുത്ത സെക്കൻഡുകളിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. നമ്മുടെ ഭൂമിയിലെ ജീവിതം കൊണ്ട് തീരുന്നതല്ല മനുഷ്യജീവിതം. മരണത്തിനപ്പുറമായും ഒരു നിത്യമായ ഭവനം സ്വർഗ കൂടാരത്തിൽ നമുക്കായി ഒരുങ്ങുന്നുണ്ട്. കൂടാരമായ നമ്മുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണി അല്ലാത്തൊരു നിത്യമായ ഭവനം നമുക്കായി നിത്യരാജ്യത്തിൽ ഒരുങ്ങുന്നുണ്ട്. 12 വിധ മുത്തുകളാൽ നിർമ്മിതമായ വീതി സ്വച്ഛ സ്ഫടിക തുല്യമായ സ്വർഗ കൊട്ടാരം നമുക്കായി ഒരുങ്ങുന്നുണ്ട്. ഈ ഭൂമിയിലെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്. സുഖങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞതാണ്. എന്നാൽ ആ പ്രശ്നങ്ങളുടെ നടുവിലും നമ്മെ ജീവോത്സവമായി വഴി നടത്തുവാൻ, നമ്മുടെ അരികിൽ ചേർന്ന് നിൽക്കുവാൻ നമ്മുടെ യേശു കർത്താവ് നമ്മോടൊപ്പമുണ്ട്. നാം ഭയപ്പെടേണ്ട കാര്യമില്ല. പരദേശിയായി നാം പാർക്കുന്ന നമ്മുടെ ഈ ഭൂമിയിൽ നമുക്കൊന്നേ ആശ വയ്ക്കാനുള്ളൂ, നാം എപ്പോഴാണ് ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെന്നെത്തുക എന്നുള്ളത്. പരദേശിയായി ഞാൻ പാർക്കുന്നു ഹേ നാഥ, എപ്പോഴും വീട്ടിൽ ചേരും എന്ന് തുടങ്ങുന്ന ആ പ്രത്യാശഗാനം നമുക്ക് കേൾക്കാം. നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടെ ശ്രവിക്കാം. വീട്ടിൽ ചേരും അഭയം മാറി ആനന്ദമേറും നാടുന്നു വന്നിടും. പരദേശിയായി ഞാൻ പാർക്കുന്നീ ഹേ നാഥ, എപ്പോഴൻ വീട്ടിൽ ചേരും.
അഭയം മാറി ആനന്ദമേകും നാളെന്നു വന്നിടും. പാഴ്മരു യാത്രയത്രേ പാർത്തലം തന്നിലെ ജീവിതമോ വെറും പാഴ്മരു യാത്രയത്രേ. കഷ്ടതയും സങ്കടവും മാത്രമതിൻ ധീരം. കഷ്ടതയും സങ്കടവും മാത്രമതിൻ ദിനം. പരദേശിയായി ഞാൻ പാർക്കുന്നീ ഹേ നാഥ, എപ്പോഴും വീട്ടിൽ ചേരും. അഭയം മാറി ആനന്ദമേറും നാളെന്നു വന്നിടും. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെയേറെ വിലപ്പെട്ട സമയങ്ങളാണ്. ഒത്തിരി പേരുടെ ജീവിതത്തിൽ ലഭിക്കാത്ത ഈ മഹൽ ഭാഗ്യം, കർത്താവിനെ സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കുവാൻ കഴിയാത്ത എത്രയോ സ്ഥലങ്ങൾ, എത്രയോ ഇടങ്ങൾ, എത്രയോ രാജ്യങ്ങൾ, എത്രയോ സംസ്ഥാനങ്ങൾ നമുക്കറിയാം. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമുക്ക് നമ്മുടെ കർത്താവിനെ സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കുവാനുള്ള സാവകാശമുണ്ട്, അവസരങ്ങളുണ്ട്. പക്ഷേ നാം അതിനെ അങ്ങനെ ആരാധിക്കുവാൻ പോലും നാം അതിന് നമ്മുടെ ജീവിതത്തിലെ സമയങ്ങളെ നാം വേർതിരിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൈവത്തിന്റെ വചനം പറയുന്നു, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഈ ലോകത്തിൽ നമുക്ക് മറ്റെന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മറ്റെന്തൊക്കെ ഇല്ലെങ്കിലും നമുക്ക് അതിൽ നിന്നെല്ലാം കിട്ടുന്നതിനേക്കാളും അപ്പുറമായിട്ടുള്ള സന്തോഷം നമുക്ക് ലഭിക്കുന്നത് നാം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോഴാണ്. തീർച്ചയായിട്ടും ഈ ഗാനങ്ങളൊക്കെയും പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ആത്മീക സന്തോഷം, ആത്മീക സമാധാനം ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ആലപിക്കുന്ന ഗാനങ്ങളിലൂടെ, ഈ ദൈവിക സ്നേഹത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ആശ്വാസത്തിനും വളരെ അനുഗ്രഹത്തിന് കാരണമായി തീരും എന്നുള്ളതിന് സംശയമില്ല. നമുക്കൊരു ഗാനത്തിന് ചില രടികൾ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. നമ്മെ ഏവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
നിത്യനാഥനും വീരനാം ദൈവം ഉന്നതദേവൻ നീതിൻ സൂര്യൻ രാജാധിരാജനാം മശിഹ അവനത്ഭുതമന്ത്രിയാം ദൈവം നിത്യനാഥനും വീരനാം ദൈവം ഉന്നതദേവൻ നീതിൻ സൂര്യൻ രാജാധിരാജനാം മശിഹ കോടിതെന്തു ഇത്രത്തോളം സമയങ്ങൾ നമ്മൾ ഗാനങ്ങളൊക്കെയും ശ്രവിക്കുകയായിരുന്നല്ലോ. ഞങ്ങളുടെ ലൈവ് പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ആലപിച്ച ഓരോ ഗാനങ്ങളിലൂടെയും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും കർത്താവിൽ പ്രത്യാശ വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അടുത്തൊരു ഗാനത്തോടു കൂടെ ഞങ്ങളുടെ ലൈവ് പ്രോഗ്രാം ഞങ്ങളുടെ അവസാനിപ്പിക്കുന്നതാണ്. കർത്താവ് അനുവദിച്ചാൽ മറ്റൊരു ലൈവ് പ്രോഗ്രാമിലൂടെ നമുക്ക് പിന്നെയും കാണാം. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തൊരു തമിഴ് ഗാനത്തോടു കൂടെ ഞങ്ങളുടെ ലൈവ് പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രത്തോളം സമയങ്ങൾ ഞങ്ങളുടെ ലൈവ് പ്രോഗ്രാമിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ, നിങ്ങളുടെ കുടുംബങ്ങളെ ഒക്കെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു തമിഴ് ഗാനം നമുക്ക് കേൾക്കാം. നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടെ ശ്രവിക്കാം. சொன்னால் போதும் செய்வேன், நீர் காட்டும் வழியில் நடப்பேன், உன் பாதம் ஒன்றே பிடிப்பேன் என் அன்பு இயேசுவே. நீர் சொன்னால் போதும் செய்வேன், நீர் காட்டும் வழியில் நடப்பேன், உன் பாதம் ஒன்றே பிடிப்பேன்
என் அன்பு இயேசுவே. ஆராதனை இயேசுவுக்கே, ஆராதனை இயேசுவுக்கே, ஆராதனை இயேசுவுக்கே, ஆராதனை இயேசுவுக்கே. நீர் சொன்னால் போதும் செய்வேன், நீர் காட்டும் வழியில் நடப்பேன், உன் பாதம் ஒன்றே பிடிப்பேன், என் அன்பு இயேசுவே. நீர் சொன்னால் போதும் செய்வேன், நீர் காட்டும் வழியில் நடப்பேன், உன் பாதம் ஒன்றே பிடிப்பேன், என் அன்பு இயேசுவே. கடலில் மீது நடந்திட்டவும் அற்புத பாதங்கள், எனக்கு முன்னே செல்வதால் எனக்கில்லா கவலை. காற்றையும் கடலையும் அகற்றியவும் அற்புத வார்த்தைகள், எந்தன் துணையாய் நிற்பதால் எனக்கேது கவலை. கடலில் மீது நடந்திட்டவும் அற்புத பாதங்கள், எனக்கு முன்னே செல்வதால் எனக்கில்லா கவலை. காற்றையும் கடலையும் அகற்றியவும் அற்புத வார்த்தைகள், எந்தன் துணையாய் நிற்பதால் எனக்கேது கவலை. நீர் சொன்னால் போதும் செய்வேன், நீர் காட்டும் வழியில் நடப்பேன், உன் பாதம் ஒன்றே பிடிப்பேன், என் அன்பு இயேசுவே. நீர் சொன்னால் போதும் செய்வேன், நீர் காட்டும் வழியில் நடப்பேன், உன் பாதம் ஒன்றே பிடிப்பேன், என் அன்பு இயேசுவே. ഇത്രത്തോളം സമയങ്ങൾ നമ്മൾ ഓരോരുത്തരും ഗാനങ്ങളൊക്കെയും കേൾക്കുകയായിരുന്നല്ലോ. കർത്താവ് നമ്മെ ഏവരെയും പിന്നെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകാരം ലൈവിൽ കടന്നു വന്ന് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയ ഏദൻ ഗോസ്പൽ മിനിസ്ട്രി അപ്പയുടെ അഡ്മിനായിരിക്കുന്ന പാസ്റ്റർ റിജു അനാവറ്റിനോടുള്ള നിങ്ങളുടെ നന്ദിയെ ധരണത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. അവരുടെ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെ കർത്താവ് ഇനി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ പ്രോഗ്രാം നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ, ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുവാനുള്ള സാവകാശമുണ്ടെങ്കിൽ ദയവായി കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളത് വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇത്രത്തോളം സമയങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ, പാടുവാൻ, കർത്താവെ സന്ദേശങ്ങൾ കൈമാറുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇടയാക്കിയ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. കർത്താവേ, ഈ ലൈവിലൂടെ ഞങ്ങളെ ശ്രവിച്ച, ഞങ്ങളുടെ ഗാനങ്ങൾ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ നാഥ. അവരുടെ കുടുംബങ്ങളെ കർത്താവ് അവരുടെ ആവശ്യഭാരങ്ങളുടെ മധ്യേ കർത്താവ് അങ്ങ് വിടുതലയക്കണമേ നാഥ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് അരുളി ചെയ്ത നല്ല കർത്താവേ, ഭാരത്തോടെ പ്രയാസത്തോടെ ഇരിക്കുന്ന ഓരോ ഉള്ളങ്ങളെ അങ്ങ് ശക്തീകരിക്കണമേ നാഥ, ബലപ്പെടുത്തണം. അങ്ങയുടെ വലിയ കൃപ കൂടെ ഇരിക്കണം കർത്താവ്. ലോകം മുഴുവനും പ്രതിസന്ധിയുടെ മഹാമാരിയുടെ വക്കിലായിരിക്കുമ്പോൾ കർത്താവെ അങ്ങ് സേവിക്കുന്ന ഓരോ മക്കളെയും കർത്താവെ ആയിരിക്കുന്ന ഓരോ ഇടങ്ങളിൽ കർത്താവ് കാത്തു പരിപാലിക്കണമേ നാഥ. ഇത്രത്തോളം സമയങ്ങൾ
പരിശുദ്ധനോർ നിറവിലാൽ നിറച്ച വലിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ തന്നെ ഒരു നിമിഷം കൂടി താഴ്ത്തി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട വലിയ കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.